Today let us discuss section 2.13. Okay, in this section we have a definition for another arithmetic function which is divisor function, and we are denoting that divisor function by sigma alpha of n. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതുപോലെ വേറൊരു ഫംഗ്ഷനും കൂടി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എൻ ആൽഫ അല്ലേ? ദാറ്റ് ഈസ് പവർ ഫംഗ്ഷനാണ്. എൻ ആൽഫ ഓഫ് എൻ ആണെങ്കിൽ സ്മോൾ എൻ റേസ് ടു ആൽഫ. സിഗ്മ ആൽഫ ഓഫ് എൻ മീൻസ് ഡിവൈസർ ഫംഗ്ഷൻ. ഡിവൈസർ ഫംഗ്ഷൻ ഇൻ ദ ടേംസ്, ഇതാണ് അതിൻ്റെ മീനിങ്. അതായത് സിഗ്മ ആൽഫ ഓഫ് എൻ എന്ന് പറയുന്നത് സിഗ്മ ഡി ഡിവൈഡ്സ് ആൻഡ് ഡി റേസ് ടു ആൽഫ. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം നമുക്കൊന്നും കൂടി. അപ്പോൾ എപ്പോഴും പറയുന്നവർ നമുക്ക് 20 ആണെന്ന് വിചാരിക്കാം. 20 കുറച്ച് 15 ആണെന്ന് വിചാരിക്കാം. ചെറിയ നമ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ 3 × 5 ഏത് നമ്പറിന് വേണമെങ്കിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ 15 ഡിവൈസേഴ്സ് ഇപ്പോൾ ഏതൊക്കെയാണ്? 1 വരും, 3 വരും, 5 വരും, 15 വരും. ഓക്കെ, അപ്പോൾ സിഗ്മ ആൽഫ ഓഫ്, ഇപ്പോൾ ഈ സിഗ്മയ്ക്ക് ഞാനൊരു സിഗ്മ ആൽഫ എഴുതാം നമുക്ക്. സിഗ്മ ആൽഫ 15 എന്ന് പറയുമ്പോൾ എന്താ വരിക? എല്ലാ ഡിവൈസേഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം 1 ഡിവൈസർ ആയതുകൊണ്ട് 1 റേസ് ടു ആൽഫ എന്ന് വരും, പ്ലസ് എഗൈൻ 3 ഡിവൈസർ ആയതുകൊണ്ട് പ്ലസ് 3 റേസ് ടു ആൽഫ, പ്ലസ് again 5 is a divisor, 5 raised to alpha plus 15 raised to alpha. അപ്പോൾ സിഗ്മ 2 of 15 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. ഇതാണ് മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വേർഡ്സിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് സം ഓഫ് ആൽഫ ദ പവേഴ്സ് ഓഫ് ദ ഡിവൈസേഴ്സ് ഓഫ് എൻ ആൻഡ് ദ ഫംഗ്ഷൻ സിഗ്മ ആൽഫ ഓഫ് എൻ ഈസ് കോൾഡ് ഡിവൈസർ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ സിഗ്മ ആൽഫ ഈസ്, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ സിഗ്മ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്, എന്നാലും സിഗ്മ നോട്ട് ഓഫ് എൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? സിഗ്മ ഡി ഡിവൈഡ്സ് എൻ ഡി റേസ് ടു 0 എന്ന് വരും. ഡി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണല്ലേ? അപ്പോൾ സിഗ്മ ഡി ഡിവൈഡ്സ് എൻ 1. അപ്പോൾ ഈ 1 ഇതിൻ്റെ അർത്ഥം എന്താ? 1 എന്ന് പറയുന്നത് എന്നിന് എത്ര ഡിവൈസർ ഉണ്ടോ അത്രയും തവണ ആഡ് ചെയ്യണം അല്ലേ? അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 15ൻ്റെ കേസിൽ ഇവിടെ ഒരു ആദ്യം 1 ഒരു ഡിവൈസർ ആയതുകൊണ്ട് ആദ്യം ഒരു 1 വരും, 3 ഡിവൈസർ ആയതുകൊണ്ട് എഗൈൻ ഒരു 3 വരും, 5 ഡിവൈസർ ആയതുകൊണ്ട് എഗൈൻ ഒരു 1 പ്ലസ് 15 ഡിവൈസർ ആയതുകൊണ്ട് 1. ഇപ്പോൾ ഇതിൻ്റെ മീനിങ് നോക്കി, ഇതെന്ന് എന്താ കിട്ടുക? എത്ര ഡിവൈസേഴ്സ് ഉണ്ട് എന്നാണ് കിട്ടുക. നിങ്ങൾ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ വേറെ നൊട്ടേഷനാണ് കൊടുക്കുക, മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ആൽഫ എന്ന് പറയുന്നത് 1 ആവുന്ന കേസ്, ഇതാണ് കേട്ടോ കേസ്. ഇവിടെ ഡി ഓഫ് എൻ എന്നാണ് എഴുതുന്നത്, നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് എൻ. ഓക്കെ, സിഗ്മ 1 ഓഫ് എൻ ആണെങ്കിൽ എന്താ വരിക? സിഗ്മ 1 ഓഫ് എൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കി. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു 15 തന്നെ ഒരു 20 എടുക്കാം നമുക്ക്. 20 ആകുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ എന്തൊക്കെയായിരുന്നു? 1 ഉണ്ട്, 2 × 3 4 5 6 7 ഒന്നും വരില്ല, 10 വരും, 20 വരും അല്ലേ? അതായത് 2 × 10 4 × 5 1 × 20. അപ്പോൾ സിഗ്മ 1 ഓഫ് 20 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? മീൻസ് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ, അതായത് നമ്മൾ ഡി ഡിവൈഡ്സ് 20 ഡി റേസ് ടു 1 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ഡിവൈസർ 1 അത് ആഡ് ചെയ്തു, പ്ലസ് 2 ഡിവൈഡ്സ് 20 ആയതുകൊണ്ട് 2 ആഡ് ചെയ്യണം, 4 ഡിവൈഡ്സ് 20 ആയതുകൊണ്ട് 4 ആഡ് ചെയ്യണം, 5 ഡിവൈഡ്സ് 20 ആയതുകൊണ്ട് 5. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? സം ഓഫ് ഡിവൈസേഴ്സ്. അപ്പോൾ സിഗ്മ നോട്ട് ഓഫ് എൻ ഈസ് ദ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആൻഡ് സിഗ്മ 1 ഓഫ് എൻ ഈസ്, നമ്മളിത് അറിയാലോ, സിഗ്മ ഓഫ് എൻ നമ്മൾ ഡിനോട്ട് ചെയ്യും, ഇറ്റ് ഈസ് the sum of divisors of n. Okay, then result clearly sigma alpha multiplicative ആണോ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അല്ലേ? കാരണം മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻസിനുള്ള കുറച്ച് റിസൾട്ട്സ് ഉണ്ട്, അതുപോലെ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻസിൻ്റെ റിസൾട്ട്സ് ഉണ്ട്. അപ്പോൾ സിഗ്മ ആൽഫ മൾട്ടിപ്ലിക്കേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ സിൻസ് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് നോക്കി നോക്കി. സിഗ്മ ആൽഫ ഓഫ് എൻ എന്ന് പറയുന്നത് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ ഡി റേസ് ടു ആൽഫയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ ആൽഫ അല്ലേ, പവർ ഫംഗ്ഷൻ. നേരത്തെ ഞാൻ സഫിക്സ് ആയിട്ട് എഴുതിയത് എൻ ആൽഫ ഓഫ് എൻ. നമ്മളെങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരുന്നത്? എൻ റേസ് ടു ആൽഫ എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ എൻ റേസ് ടു ആൽഫ ഓഫ് ഡി അപ്പോൾ എന്തായിരിക്കും? ഡി റേസ് ടു ആൽഫയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഈ ഡി റേസ് ടു ആൽഫേനെ റീപ്ലേസ് ചെയ്ത് ഡി റേസ് ടു ആൽഫേനെ റീപ്ലേസ് ചെയ്ത് എൻ റേസ് ടു ആൽഫ ഓഫ് ഡി എന്ന് എഴുതി. ഇനി നമുക്കറിയാവുന്ന നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് എന്നൊക്കെ ചെയ്തിരുന്നത്? 2 മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഡിറിഷ്ലെ പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്, ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ്. സോ ഓൾറെഡി വി നോ ദാറ്റ് ദിസ് പവർ ഫംഗ്ഷൻ ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ലേ? പിന്നെ നമുക്കിവിടെ ഒരു 1 × 1 അല്ലേ ഉള്ളത്. 1 എപ്പോഴും നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാറ്? യു വെച്ചിട്ട് അല്ലേ? ദാറ്റ് ഈസ് യൂണിറ്റ് ഫംഗ്ഷൻ. നമുക്ക് വേണ്ടത് ഏതാണ്? സിഗ്മ ഡി ഡിവൈഡ്സ് എൻ ഓഫ് ഡി ഇൻറ്റു അല്ലെങ്കിൽ എഫ് ഓഫ് ഡി ഇൻറ്റു ജി ഓഫ് എൻ ബൈ ഡി എന്നുള്ള ഫോമാണ് വേണ്ടത് അല്ലേ? എഫ് സ്റ്റാർ ജി എന്ന് എഴുതാൻ
അപ്പോൾ ഈ എൻ ബൈ ഡി വരാൻ എന്ത് ചെയ്യണം? യു ഓഫ് എൻ ബൈ ഡി എന്ന് എഴുതണം. സോ ഇപ്പോൾ ഏതാ ഫോം നോക്കിയത്? എഫ് ഓഫ് ഡി ഇൻറ്റു ജി ഓഫ് എൻ ബൈ ഡി, വേർ എഫ് ഈസ് our n raised to alpha power function, g is your unit function. Since this both n alpha and u are multiplicative function, their Dirichlet product is multiplicative, which means sigma alpha is multiplicative. Okay, then next നമ്മൾ നേരത്തെ പറഞ്ഞു sigma naught of n, sigma 1 of n. ഓൾസോ ഇതും ഒരു റിസൾട്ട് ജസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ, ഇതിൻ്റെ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിഗ്മ ആൽഫ ഓഫ് പി റേസ് ടു എ എന്ന് പറയുന്നത് പി റേസ് ടു ആൽഫ ഇൻറ്റു എ പ്ലസ് 1 minus 1 if alpha not equal to 0, if plus 1 if alpha equal to 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം മതി. ഇപ്പോൾ സിഗ്മ ആൽഫ ഓഫ് എൻ അല്ലേ ഈക്വൽ ടു സിഗ്മ ഡി ഡിവൈഡ്സ് എൻ ഡി റേസ് ടു ആൽഫ. നമുക്ക് റിസൾട്ട് അറിയാം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോണേ? എന്നിൻ്റെ പ്ലേസിൽ പി റേസ് ടു ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എൻ റേസ് ടു പി റേസ് ടു ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഡി റേസ് ടു ആൽഫ, അതായത് ഡി ഡിവൈഡ്സ് എന്നിൻ്റെ എല്ലാ ഡിവൈസേഴ്സും വേണം അല്ലേ. അപ്പോൾ പി റേസ് ടു ആൽഫയുടെ ഡിവൈസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പി റേസ് ടു ആൽഫയുടെ ഡിവൈസേഴ്സ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പി റേസ് ടു എയുടെ ഡിവൈസേഴ്സ് എന്തൊക്കെയാണ്? 1 പി പി സ്ക്വയർ പി ക്യൂബ് എക്സെട്ര പി റേസ് ടു എ വരെ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ സിഗ്മ ഓഫ് ആൽഫ ഓഫ് പി റേസ് ടു എ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. നേരത്തെ ഞാൻ പ്രോബ്ലം പറഞ്ഞ പോലെ 1 റേസ് ടു ആൽഫ പ്ലസ് പി റേസ് ടു ആൽഫ പ്ലസ് പി സ്ക്വയർ റേസ് ടു ആൽഫ പ്ലസ് എക്സെട്ര അത് വരും, വിച്ച് ഈസ് 1 റേസ് ടു ആൽഫ പ്ലസ് പി റേസ് ടു ആൽഫ പ്ലസ് പി റേസ് ടു 2 ആൽഫ. നമുക്ക് അറിയാവുന്നൊരു ടേം ആണല്ലോ. ഓക്കെ, ആദ്യത്തെ ടേം 1 റേസ് ടു ആൽഫ പോസിറ്റീവ് ആയതുകൊണ്ട് 1 തന്നെ വരും. രണ്ടാമത്തെ പി റേസ് ടു ആൽഫ വരും. മൂന്നാമത്തെ ടേം എന്താ? പി റേസ് ടു ആൽഫേനെ ഒരു പി റേസ് ടു ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 പി റേസ് ടു 2 ആൽഫ വരും. ഇതേതാണ്? ജി പി ആണ് അല്ലേ. സം ഓഫ് ഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പി ആണ്. എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ 1 അല്ലേ, ഇത് 2 എക്സെട്ര എ, പിന്നെ ഒരു 1 ഇവിടെ എക്സ്ട്രാ ഉണ്ട്, അതായത് എ പ്ലസ് 1 ടേംസ് ഉണ്ട്. പിന്നെ സം ഓഫ് ഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പി കാണാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇത് ടേംസിൻ്റെ എണ്ണമാണ് അല്ലേ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു A1 എന്നൊക്കെ കൊടുക്കണ്ടേ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 റേസ് ടു ആൽഫ 1 ആണ്. കോമൺ റേഷ്യോ നമ്മൾ സാധാരണ R എന്നല്ലേ ഡിനോട്ട് ചെയ്യാറ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് പി റേസ് ടു ആൽഫയാണ്. സോ സം എന്താണ്? 1 ഇൻറ്റു എ റേസ് ടു ആർ റേസ് ടു എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1 അല്ലേ. ഇഫ് r ഈസ് ഗ്രേറ്റർ ദാൻ 1, അല്ലെങ്കിൽ 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ പി റേസ് ടു ആൽഫയാണ്. പി പ്രൈം ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ആർ റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1 എന്ന് എഴുതാം. ഇത് ജസ്റ്റ് അതിവിടെ എഴുതിയിട്ടേ ഉള്ളൂ. 6 പി റേസ് ടു ആൽഫ. എത്ര ടേംസ് ഉണ്ട്? എ പ്ലസ് 1 ടേംസ്. സോ ആർ റേസ് ടു n മൈനസ് 1 ബൈ പി റേസ് ടു ആൽഫ മൈനസ് 1. ഓക്കെ, അപ്പോൾ സിഗ്മ നോട്ട് ഓഫ് പി റേസ് ടു എ എന്താ വരിക? ആൽഫ നോട്ട് ആണെങ്കിൽ എന്ത് വരും? 2 ടേമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ടേമിൽ നിന്ന് നമുക്ക് ഇവിടെ ശരിക്കും സിഗ്മ നോട്ട് എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 അല്ല, ആ ഒരു ഫോമിലാണ് വരുന്നത് അല്ലേ. അതായത് ഒരു 0/0 ഫോമിലാണ് വരുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് 1 റേസ് ടു ആൽഫ 1 റേസ് ടു 0 1 പി റേസ് ടു ആൽഫ പി റേസ് ടു 0 1 p square raised to alpha p square raised to 0 again 1. Last term p raised to a raised to 0, that is again 1. എത്ര ടേംസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ a plus 1 ടേംസ് അല്ലേ, ദാറ്റ് ഈസ് a plus 1. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ ഇങ്ങനെ റിസൾട്ട് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പി റേസ് ടു ആൽഫ എയുടെ ടേംസാണ് കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്ന് പറയുന്ന ടേം എന്നെ നമ്മൾ സാധാരണ എങ്ങനെ എഴുതാം? എനി നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വി ക്യാൻ റൈറ്റ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടർ, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ പ്രൈം ഫാക്ടറൈസേഷൻ അല്ലേ. അപ്പോൾ P1 എന്ന് പറയുന്ന എല്ലാ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 100 ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ആണെന്നറിയാം അല്ലേ. നമ്മൾ ഒരേപോലത്തെ പ്രൈംസിന് എടുത്തു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്നൊക്കെ എഴുതും. ഇതാണ് എൻ്റെ P1, ഇതാണ് P2 അല്ല. ഈ A1 എന്ന് പറയുന്നത് ഇവിടെയും 2 ആണ്, A2 2 ആണ്. അപ്പോൾ എന്നിനെ ഇങ്ങനെ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ സിഗ്മ ആൽഫ ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ സിഗ്മ ആൽഫ ഓഫ് എൻ പ്രൂഫ് എഴുതിയിട്ടില്ല ഞാൻ, നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ സിഗ്മ ആൽഫ ഓഫ് എൻ എന്ന് പറയുമ്പോൾ സിഗ്മ ആൽഫ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ടേം കംപ്ലീറ്റ് വരും. വി ഓൾറെഡി പ്രൂവ്ഡ് ദാറ്റ് sigma alpha is multiplicative function, and since this p1 p2 etc pk are distinct primes, multiplicative അറിയാലോ. gcd of mn 1 ആണെങ്കിൽ g of mn is equal to അല്ലെങ്കിൽ f of mn is equal to f of m into f of n. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ എഴുതാം ഇതിനെ? സിഗ്മ ആൽഫ ഓഫ് p1 റേസ് ടു a1 ഇൻറ്റു എക്സെട്ര എക്സെട്ര സിഗ്മ ആൽഫ ഓഫ് pk റേസ് ടു ak എന്ന് എഴുതാം. ആണ്, ശരിയാണല്ലോ. സിഗ്മ ആൽഫ ഓഫ് p1 റേസ് ടു a1 എന്താ? p റേസ് ടു a1 നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ. p റേസ് ടു a1 നോക്കി ഇതേ
പി റേസ് ടു ആൽഫ റേസ് ടു എ പ്ലസ് 1 മൈനസ് 1. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? p1 റേസ് ടു ആൽഫ a1 പ്ലസ് 1 ബൈ p1 റേസ് ടു ആൽഫ മൈനസ് 1. അതേപോലെ അടുത്ത ടേം p2 റേസ് ടു ആൽഫ a ഇൻറ്റു റേസ് ടു ആണ് a2 പ്ലസ് 1 മൈനസ് 1 ബൈ p2 റേസ് ടു ആൽഫ മൈനസ് 1 എക്സെട്ര. ലാസ്റ്റ് ടേം pk റേസ് ടു ആൽഫ ഇൻറ്റു ak പ്ലസ് 1 മൈനസ് 1 ബൈ pk റേസ് ടു ആൽഫ മൈനസ് 1. ഓക്കെ, ദെൻ ആൽഫ ഇക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ചെയ്യണം അല്ലേ. അപ്പോൾ ഒരെണ്ണത്തിന് നമുക്കറിയാം a പ്ലസ് 1 ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? a1 പ്ലസ് 1 ഇൻറ്റു a2 പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ak പ്ലസ് 1. ഓക്കെ, റിസൾട്ടായിട്ട് എഴുതിയിട്ടില്ല, അത് അണ്ടർസ്റ്റുഡ് ആയതുകൊണ്ട് എഴുതാഞ്ഞതാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ സൈഡ് നോട്ട്സ് ആയിട്ട് എഴുതിക്കോളൂ. So this is a theorem 2.20. We have to show that if n greater than or equal to 1, sigma alpha inverse of n is equal to sigma d divides n d raised to alpha mu of d into mu of n by d. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി സിഗ്മ ആൽഫ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ എഴുതി സിഗ്മ ആൽഫ, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എഴുതിയിരുന്നല്ലോ. സിഗ്മ ആൽഫ എന്ന് പറയുന്നത് n റേസ് ടു ആൽഫ സ്റ്റാർ യു. ഇനി എഫ് സ്റ്റാർ ജി, എഫ് സ്റ്റാർ ജി ഇൻവേഴ്സ് എന്താ വരിക? എഫ് സ്റ്റാർ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് സ്റ്റാർ ജി ഇൻവേഴ്സ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എൻ റേസ് ടു ആൽഫ സ്റ്റാർ യു ഇൻവേഴ്സ് എന്ന് വരും. അതെന്താ വരിക? എൻ ആൽഫ ഇൻവേഴ്സ് സ്റ്റാർ യു ഇൻവേഴ്സ്. ഇനി ശ്രദ്ധിക്കണം, യു ഇൻവേഴ്സ് ഈക്വൽ ടു മ്യൂ നമുക്കറിയാവുന്ന റിസൾട്ടാണ്. എൻ ആൽഫ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. വി ഹാവ് എ തിയറം, ഇഫ് എ ഫംഗ്ഷൻ അരിത്തമെറ്റിക് ഫംഗ്ഷൻ എഫ് ഈസ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ദെൻ ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് ഓഫ് ദ ഫോം മ്യൂ എഫ്. ആ ഫോമിലാണെന്ന് പഠിച്ചിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാനത്. തിയറം 2.17 അനുസരിച്ച്. So n alpha completely multiplicative means n alpha inverse is mu into n alpha. So this is mu into n raised to alpha, mu n raised to alpha star mu. So sigma alpha inverse is equal to mu n raised to alpha star mu. Okay, ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കിയേ? മ്യൂ എൻ റേസ് ടു ആൽഫ സ്റ്റാർ മ്യൂ അല്ലേ. മ്യൂ എൻ റേസ് ടു ആൽഫ സ്റ്റാർ മ്യൂ. ഇനി ഇതെന്താ വരിക? എഫ് സ്റ്റാർ മ്യൂ എന്ന് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് എഫ് ഓഫ് ഡി ജി ഓഫ് എൻ ബൈ ഡി അല്ലേ. സിഗ്മ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി ജി ഓഫ് എൻ ബൈ ഡി. സോ മ്യൂ എൻ റേസ് ടു ആൽഫ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ എഫിൻ്റെ പ്ലേസിൽ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക? mu n raised to alpha of d into ജിയുടെ പ്ലേസിൽ mu ആണ് കേട്ടോ, mu of n by d, which is mu of d into n raised to alpha of d into mu of n by d. ഓക്കെ അല്ലേ? അപ്പോൾ സിഗ്മ ഡി ഡിവൈഡ്സ് എൻ, മ്യൂ ഓഫ് ഡിക്ക് പകരം മ്യൂ ഓഫ് ഡി ഉണ്ട്, എൻ റേസ് ടു ആൽഫ ഓഫ് ഡിക്ക് പകരം എന്ത് എഴുതാം? ഡി റേസ് ടു ആൽഫ എന്ന് എഴുതാം. അതും കൂടി ഒന്ന് എഴുതിക്കോളൂ കേട്ടോ, അതും കൂടി ഒന്ന് എഴുതി ചേർത്തോളൂ. സോ ഹെൻസ് ദ റിസൾട്ട്. ഓക്കെ.